മനസ്സ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ക്രിസ്മസ് ദിനം? കടന്നു പോകുമ്പോൾ അർദ്ധരാത്രിയിൽ പാതിരാ കുർബാന, പള്ളികളിൽ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ? പങ്കെടുത്തിരുന്നോ? എന്താണിപ്പോൾ രാവിലെ പള്ളികളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾ? തീർച്ചയായും മനു, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഒരുമയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ഉയർത്തിയാണ് ഇത്തവണ ലോകമെമ്പാടും തിരുപ്പിറവി ദിനം ഓർത്തെടുക്കുന്നത് എല്ലാവരും എന്നുള്ളതാണ്. നമ്മളിപ്പോഴുള്ളത് പാളയത്ത് സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെയും തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അത്തരത്തിനായി ആളുകളൊക്കെയും തന്നെ പള്ളികളിലേക്ക് എത്തുന്നു. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എന്താഘോഷം വന്നു കഴിഞ്ഞാലും എല്ലാവരും ഒരേ മനസ്സോടെ ഇരു കൈയും നീട്ടി ആഘോഷിക്കുന്നതാണ്. അത് ഈ ക്രിസ്മസ് ആഘോഷത്തിനും അത് തുടർന്നു എന്നുള്ളതാണ്. ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം മലയാളികൾ കൊണ്ടാടുന്ന ഒരു ആഘോഷ ചടങ്ങാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെയും തന്നെ നമ്മൾക്ക് അനുഭവ സമ്പത്തായി ഇവിടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ഇന്നത്തെ ചടങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ ആരാധനാലയങ്ങളിലായി പ്രത്യേക പ്രാർത്ഥനകളാണ് നടക്കുക. കഴിഞ്ഞ ദിവസം പാതിരാ കുർബാന നടന്നിരുന്നു. പാതിരാ കുർബാനയിൽ വിവിധ പള്ളികളിൽ നിന്ന് വിവിധ ആർച്ച് ബിഷപ്പുമാരൊക്കെയും തന്നെ പങ്കെടുത്തു. പ്രസംഗം നടത്തുന്ന ഒരു കാര്യമൊക്കെയും ഉണ്ടായി. അതിലും ഓർത്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ക്രിസ്മസ് ദിനത്തിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെയും തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ ഭ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവരെ എന്താണ് പറയേണ്ടത്? അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാമെന്നാണ് ക്രിസ്മസ് സന്ദേശത്തിൽ കത്തോലിക്ക ബാവ പറഞ്ഞത്. അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരേ സന്തോഷത്തോടെ ഇത്തരത്തിലുള്ള ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയുള്ള ആശംസകളാണ് പള്ളികളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇന്ന് വിവിധ ഇടങ്ങളിലായി, വിവിധ പള്ളികളിലായി, പാളയം സെൻറ്റ് ജോസഫ്, അതോടൊപ്പം തന്നെ പട്ടം സെൻറ്റ് മേരീസ് പള്ളികളിലൊക്കെയും തന്നെ ഇത്തരത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം തീർച്ചയായും എല്ലാവരും തന്നെ അവരവരുടെ വീടുകളിലെത്തി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, നമുക്കറിയാം എന്താഘോഷമാണെങ്കിലും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശം പങ്കിടുക, ഭക്ഷണത്തിലൂടെ അത്തരത്തിലുള്ള ഒരു സന്ദേശം പങ്കിടുക. ഭക്ഷണം പങ്കിടുമ്പോൾ ആ ഒരു സന്ദേശം കൂടിയാണ് പങ്കിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉയർത്തുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാവുക. ശേഷം വിവിധ ഇടങ്ങളിലായി ഒരുപക്ഷെ വിനോദ യാത്രകളിലേക്ക് ഏർപ്പെടുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബ വീടുകളിലേക്ക് പോയി അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു പങ്കിടൽ കൊടുക്കുന്നവരുണ്ട്. ഏതായാലും നിലവിൽ 8 മണി വിശ്വാസ സമൂഹത്തിന്റെ വലിയ പ്രത്യാശ നൽകുന്ന ദിവസമാണല്ലോ. നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാവാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ എന്ത് രസമായിരുന്നു അറിയാമോ? രാത്രി മുഴുവൻ നഗരത്തിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു, വർണ്ണങ്ങൾ പൂശി നിൽക്കുന്ന പള്ളികൾ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ചെറിയ തോതിൽ മഞ്ഞുണ്ടായിരുന്നു. അതിനിടയിൽ ഈ നക്ഷത്ര ദീപങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ വലിയൊരു സന്തോഷം തോന്നുന്ന കാഴ്ചയായിരുന്നു.